ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കൃഷ്ണനും പോലീസുകാരനും കൂടിയിട്ട് സുന്ദരിയെ രക്ഷപ്പെടുത്തിയ ആളുടെ വീട്ടിലേക്ക് ചെല്ലുകയാണ്, അജയ് ഘോഷിൻ്റെ വീട്ടിലേക്ക് ചെല്ലുകയാണ്. അങ്ങനെ അവരോട് ചോദിച്ചറിയാണ് സുന്ദരിയെക്കുറിച്ചുള്ള എല്ലാ കാര്യങ്ങളും. അങ്ങനെ അവർ പറയാണ് സുന്ദരിയെ അങ്ങ് സ്കാനിങ് റൂമിലേക്ക് കൊണ്ടുപോയ ശേഷം പിന്നീട് ഞങ്ങൾ സുന്ദരിയെ അവിടെ കണ്ടിട്ടില്ല, ഞങ്ങൾ അവിടുന്ന് പോന്നു, സുന്ദരിക്ക് കുഴപ്പമൊന്നുമില്ല എന്ന് ഡോക്ടർ പറഞ്ഞ പ്രകാരമാണ് ഞങ്ങൾ അവിടുന്ന് പോകുന്നത് എന്ന് പറയൂട്ടോ. അങ്ങനെ നിങ്ങൾ പറയുന്ന സുന്ദരി ഞങ്ങൾ പറയുന്ന സുന്ദരി ഒന്ന് തന്നെയാണെന്ന് അറിയാൻ ഞങ്ങൾ ഫോട്ടോ കാണിച്ചു തന്നാൽ നിങ്ങൾക്ക് തിരിച്ചറിയാൻ പറ്റുമല്ലോ എന്ന് പറയുമ്പോൾ അജയ് ഘോഷിൻ്റെ കുട്ടി പറയാണ്, ഞാൻ എടുത്തിട്ടുണ്ട്, ആ സുന്ദരി ചേച്ചി IAS പഠിക്കുന്നുണ്ട്, കളക്ടർ ആവാനാണ് ഇഷ്ടം എന്നൊക്കെ പറഞ്ഞപ്പോൾ എൻ്റെ മോൾക്കും കളക്ടർ ആവാൻ ഇഷ്ടമാണെന്നൊക്കെ ഉള്ള ഒരു ആഗ്രഹത്തിൽ നടക്കുകയാണ് എൻ്റെ മോളും. അതുകൊണ്ട് എൻ്റെ മോള് സുന്ദരിയുമായിട്ട് സെൽഫി എടുത്തിട്ടുണ്ടെന്ന് പറയണം. അങ്ങനെ ആ സെൽഫി കൃഷ്ണനെയും പോലീസിനെയും കാണിച്ചു കൊടുക്കാൻ കേട്ടോ. അങ്ങനെ ആ സെൽഫി എടുത്തതിൽ സുന്ദരി തന്നെയായിരിക്കും അതിലുള്ള ആൾ. അങ്ങനെ അവർക്ക് മനസ്സിലാവുകയാണ് സുന്ദരി തന്നെയാണ് ഇതിലുണ്ടായിട്ടുള്ളത് എന്ന്. സുന്ദരി അപകടത്തിൽ നിന്നും രക്ഷപ്പെട്ടിട്ടുണ്ട്, പക്ഷേ ഹോസ്പിറ്റലിൽ നിന്നും ഇറങ്ങിയ ശേഷമാണ് സുന്ദരിയെ ആരോ കടത്തി കൊണ്ടുപോയിട്ടുണ്ട് എന്നുള്ള കാര്യം അവർക്ക് മനസ്സിലാവുകയാണ്. അങ്ങനെ പോലീസും കൃഷ്ണനും കൂടി സംസാരിക്കുകയാണ്. പക്ഷേ പോലീസിന് കൃഷ്ണൻ്റെ ആ ഒരു സ്വഭാവത്തിലും സംസാരത്തിലുമൊക്കെ പോലീസിനൊരു ചെറിയ സംശയം തോന്നി തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. കൃഷ്ണൻ ഇതിൻ്റെ പുറകിലുണ്ട്, പക്ഷേ കൃഷ്ണൻ എന്തോ മറച്ചു വെക്കുന്നുണ്ട് എന്നുള്ള കാര്യം പോലീസിന് ചെറുതായിട്ടൊക്കെ ഒരു സംശയം വരികയാണ്. അങ്ങനെ പോലീസ് കൃഷ്ണനോട് പറയാണ്. അപ്പോൾ പോലീസിൻ്റെ ആ ഒരു സംശയം കൃഷ്ണനോട് പറയാണ് കേട്ടോ. സുന്ദരിയെ ഹോസ്പിറ്റലിൽ നിന്നുമാണ് കാണാതായിട്ടുള്ളത്, അവിടെ നിന്നുമാണ് സുന്ദരി വീട്ടിലേക്ക് വരുന്ന വഴിയായിരിക്കും ആരെങ്കിലും കടത്തി കൊണ്ടുപോയിട്ടുണ്ടാവുക, അത് സംശയം വെച്ച് നോക്കുകയാണെങ്കിൽ കാർത്തിക് തന്നെയാവും അത് ചെയ്തിട്ടുണ്ടാവുക എന്നിങ്ങനെ കൃഷ്ണനോട് പറയുമ്പോൾ അത് തന്നെയാവും, സാറിൻ്റെ സംശയം ശരിയാണ്, കാർത്തിക് തന്നെയായിരിക്കും ഇതിൻ്റെയൊക്കെ പുറകിൽ എന്ന് കൃഷ്ണനും കൂടി ഇങ്ങനെ പറയുമ്പോഴൊക്കെ പോലീസ് ഇങ്ങനെ കൃഷ്ണനെ സൂക്ഷിച്ച് നോക്കുന്നൊക്കെ ഉണ്ട് കേട്ടോ. എന്നിട്ട് പെട്ടെന്ന് തന്നെ കൃഷ്ണൻ്റെ ഫോണിലേക്ക് ഒരു കോൾ വരികയാണ്. ആ ഫോണിൽ കോൾ വന്നത് കാണുമ്പോൾ കൃഷ്ണനൊരു പതർച്ചയുണ്ട് കേട്ടോ. അപ്പോൾ പോലീസ് അതിങ്ങനെ നോട്ട് ചെയ്യുന്നൊക്കെ ഉണ്ട്, കൃഷ്ണൻ്റെ ആ പതർച്ചയും കാര്യങ്ങളൊക്കെ. അങ്ങനെ കൃഷ്ണൻ പോലീസിനോട് പറയാണ്, സാറേ എനിക്കിതൊരു അർജൻറ്റ് കോളാണ്, ഞാനൊന്ന് അറ്റൻഡ് ചെയ്തോട്ടെ എന്ന് ചോദിക്കും. അതിനെന്താ, നിങ്ങൾ അറ്റൻഡ് ചെയ്തോളൂ എന്ന് പറയണം. അങ്ങനെ കൃഷ്ണൻ പോലീസിൻ്റെ കൺമുന്നിൽ നിന്നും കുറച്ചങ്ങ് നീങ്ങി നിൽക്കണം കേട്ടോ. മാറി നിന്ന ശേഷം അവിടുന്ന് ഫോണിൽ ഇങ്ങനെ സംസാരിക്കുന്നുണ്ട്. ഹലോ, പറഞ്ഞോളൂ എന്നൊക്കെ പറഞ്ഞിട്ടാണ് കേട്ടോ സംസാരിക്കുന്നത്. അപ്പോഴൊക്കെ പോലീസ് കൃഷ്ണൻ്റെ ആ ഒരു സംസാര രീതിയും ഭാവവ്യത്യാസവും ഒക്കെ തന്നെ പോലീസ് ഇങ്ങനെ നോക്കുന്നൊക്കെ ഉണ്ട് കേട്ടോ, കൃഷ്ണൻ്റെ ആ ഒരു പതർച്ചയും കാര്യങ്ങളൊക്കെ കാണുമ്പോൾ. പിന്നീട് വൈഗ കുട്ടിയെ ഇങ്ങനെ കളിപ്പിക്കാവും, കുഞ്ഞിനെ കളിപ്പിക്കുന്ന സമയത്ത് അവിടേക്ക് വൈദേഹി വരികയാണ് കേട്ടോ. എന്നിട്ട് വൈദേഹി പറയാണ്, വൈഗ നിന്നോടൊരു കാര്യം പറയാനാണ് വന്നത്. ഇപ്പോൾ സുന്ദരിയെ കാണാത്തതിൻ്റെ പേരിൽ സുന്ദരിയെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയ ആളുടെ വീട്ടിലേക്കൊക്കെ കൃഷ്ണനും പോലീസും ചെന്നിരുന്നു എന്നൊക്കെയുള്ള കാര്യമൊക്കെ പറയുമ്പോഴും വൈഗ അതൊന്നും മൈൻഡ് ചെയ്യാത്ത രീതിയിലാണ് കേട്ടോ ഇരിക്കുന്നത്. അതിനൊന്നും ഒരു ചെവിതല കേൾക്കാത്ത പോലെ തന്നെ വൈദേഹി അങ്ങനെയൊക്കെ സംസാരിക്കുമ്പോഴൊന്നും മൈൻഡ് ചെയ്യുന്നില്ല. അങ്ങനെ വൈദേഹി വീണ്ടും പറയാണ്, അവിടെ നിന്നും സുന്ദരിയെ ഹോസ്പിറ്റലിൽ നിന്നുമാണ് കാണാതായിട്ടുള്ളത്, അതുവരെ സുന്ദരിക്ക് പിന്നീട് കുഴപ്പമൊന്നുമില്ല എന്ന് അറിഞ്ഞിട്ട് ഹോസ്പിറ്റലിൽ നിന്നും അവർ പോയതാണത്രേ. പിന്നീട് സുന്ദരി എവിടെയാവും? അപ്പോൾ എനിക്കും പോലീസുകാർക്കും കൃഷ്ണനും ഒക്കെ സംശയമുള്ളത് കാർത്തികിനെ തന്നെയാണ് എന്നൊക്കെ ഇങ്ങനെ പറയാൻ കേട്ടോ. അപ്പോഴൊന്നും തന്നെ വൈഗ മൈൻഡ് ചെയ്യില്ല കേട്ടോ. അങ്ങനെ കാർത്തിക് എന്നുള്ള പേര് കേട്ടതോടുകൂടി വൈഗയുടെ സ്വഭാവം അങ്ങ് മാറുകയാണ്. എന്നിട്ട് വൈദേഹിയോട് പറയാണ്, അമ്മേ ഞാൻ പറഞ്ഞിട്ടുണ്ട്, കാർത്തികിനെ കുറിച്ച് ഓർമ്മപ്പെടുത്തുന്ന ഒരു കാര്യം പോലും എന്നോട് പറയരുത് എന്ന് ഞാൻ പറഞ്ഞിട്ടുള്ളതാണ്, അതുകൊണ്ട് എനിക്ക് കേൾക്കാൻ താല്പര്യമില്ല എന്നങ്ങ് പറഞ്ഞ് ചൂടാവാണ് കേട്ടോ. അപ്പോൾ വൈദേഹി പറയാണ്, സോറി, ഇനി ഞാൻ പറയില്ല, ഞാൻ നിന്നോട് ഒരു കാര്യവും പറയില്ല എന്നൊക്കെ എന്ന് ഞാനൊരു കാര്യം പറയട്ടെ വൈഗ, നീ ഇപ്പോൾ പ്രസവിച്ചിട്ട് എത്ര ദിവസമായി എന്ന് നിനക്കറിയോ എന്ന് ചോദിക്കുമ്പോൾ വൈഗ ഇങ്ങനെ ഓർത്ത പോലെ ഇങ്ങനെ ഇരിക്കുകയാണ് കേട്ടോ. അപ്പോൾ നീ ദിവസം എണ്ണാൻ വേണ്ടി പറഞ്ഞതല്ല, കുഞ്ഞിൻ്റെ 28 നടത്തണ്ടേ, നൂലുകെട്ട് ചടങ്ങ് നടത്തണ്ടേ, അതിനെക്കുറിച്ച് പറഞ്ഞതാണ്. അത് നമ്മൾ ഓരോരുത്തരുടെയും ടെൻഷനും കാര്യങ്ങളൊക്കെ ഉള്ളത് കൊണ്ട് തന്നെ കുഞ്ഞിൻ്റെ 28 നടത്താതിരിക്കണ്ട, കുഞ്ഞിൻ്റെ നൂലുകെട്ടും നടത്താതിരിക്കരുത്, ആ ചടങ്ങൊക്കെ ഭംഗിയായിട്ട് നടത്തണം. നമ്മൾ എന്തിനാ, ആ കുഞ്ഞൊരു തെറ്റും ചെയ്തിട്ടില്ലല്ലോ, പിന്നെ എന്തിനാ കുഞ്ഞിൻ്റെ കാര്യങ്ങളൊക്കെ മാറ്റിവെക്കുന്നത്, അതുകൊണ്ട് ആ മോളുടെ ചടങ്ങുകളൊക്കെ നല്ല ഭംഗിയായിട്ട് തന്നെ നടത്തണം, അതൊക്കെ ഞാൻ ഏറ്റു, പക്ഷേ നിനക്കുള്ളൊരു ജോലിയുണ്ട്, അത് നീ തന്നെ ചെയ്യണം,
പറയണം. കാരണം കുഞ്ഞിൻ്റെ നൂലുകെട്ടിൻ്റെ അന്ന് ചെവിയിൽ കുഞ്ഞിൻ്റെ പേര് വിളിക്കണം, ആ പേര് നീ കണ്ടെത്തണം മോളെ എന്നൊക്കെ പറയണം. അപ്പം വൈദേഹി കുഞ്ഞിൻ്റെ പേര് വിളിക്കണം എന്നുള്ള കാര്യമൊക്കെ വൈഗയോട് പറയുമ്പോൾ വൈഗയ്ക്ക് നല്ല ടെൻഷൻ ഇങ്ങനെ വരുന്നുണ്ട്. അങ്ങനെ ഒന്നും മിണ്ടാതെ വൈഗ ഇങ്ങനെ അവിടെ ഇരിക്കാവും. അപ്പോൾ വൈദേഹി പറയാണ്, നീ എന്തായാലും ആ കാര്യം ഒന്ന് ആലോചിക്കുക, കുഞ്ഞിന് നല്ലൊരു പേര് തന്നെ നീ കണ്ടെത്തണം, എന്നിട്ട് അന്നേ ദിവസം അത് ആ പേരാണ് വിളിക്കേണ്ടത്. അതുവരെ നീ ആരോടും പറയണ്ട ഏതാണ് പേര് കണ്ടെത്തിയത് എന്നുള്ള കാര്യമൊക്കെ. അന്ന് നൂലുകെട്ടിൻ്റെ അന്ന് കുഞ്ഞിനെ പേര് എല്ലാവരും വിളിക്കുന്ന ആ ഒരു സമയത്ത് തന്നെ എല്ലാവരും അറിഞ്ഞാൽ മതി എന്നൊക്കെ പറഞ്ഞിട്ട് വൈദേഹി അവിടെ നിന്ന് അങ്ങ് പോവാൻ കേട്ടോ. അപ്പോൾ വൈഗ കുഞ്ഞിൻ്റെ പേരിൻ്റെ കാര്യം പറഞ്ഞപ്പോൾ വൈഗ ഇങ്ങനെ ആലോചിക്കാൻ കേട്ടോ. വൈഗ ഗർഭിണിയാവുന്ന സമയത്ത് കാർത്തികിൻ്റെ മടിയിൽ കിടന്ന് ഇങ്ങനെ കുഞ്ഞിനെക്കുറിച്ച് പറയുന്ന കാര്യങ്ങളൊക്കെ ഇങ്ങനെ ഓർമ്മയിൽ ഇങ്ങനെ വരികയാണ്. വൈഗ പറയുന്നുണ്ട്, കുഞ്ഞിന് പേരിടണ്ടേ, നീ വല്ല പേരും കണ്ടെത്തിയിട്ടുണ്ടോ എന്നൊക്കെ കാർത്തികിനോട് ചോദിക്കുമ്പോൾ കാർത്തിക് പറയുന്നുണ്ട്, എൻ്റെ മനസ്സിൽ നിൻ്റെ വയറ്റിൽ ഒരു കുഞ്ഞു കുരുത്തു എന്ന് അറിഞ്ഞ അന്നു മുതൽ ഞാനത് മോളാണെന്നുള്ള കാര്യം ഉറപ്പിച്ചതാണ്. അപ്പോൾ എൻ്റെ മനസ്സിലേക്ക് ഓടി വരുന്ന ഓരോ പേരും ഞാനൊരു തുണ്ട് പേപ്പറിൽ എഴുതിയിട്ട് ഞാനതൊരു ഗ്ലാസ് ജാറിൽ ഇട്ട് വെച്ചിട്ടുണ്ട് എന്നൊക്കെ പറയും കേട്ടോ. അങ്ങനെ 250 പേരെങ്കിലും ആയിട്ടുണ്ടാവും എന്ന് പറയുമ്പോൾ വൈഗയ്ക്ക് തന്നെ അത്ഭുതം വരികയാണ് കേട്ടോ. അപ്പോൾ വൈഗ കാർത്തികിനോട് സത്യമാണോ എന്നൊക്കെ, ആ സത്യമാണ്, എന്നിട്ട് പേര് വിളിക്കുന്ന അന്നാണ് ഞാൻ നിനക്ക് ആ ഗ്ലാസ് ജാറ് ഞാൻ തരികയുള്ളൂ, എന്നിട്ട് നീ അതിൽ നിന്നും ഒരു പേര്, നിനക്ക് ഇഷ്ടമുള്ള ഒരു പേര് സെലക്ട് ചെയ്തിട്ട് അത് വേണം നമ്മുടെ മോൾക്ക് വിളിക്കാൻ എന്നൊക്കെ കാർത്തിക് പറയുമ്പോൾ വൈഗ പറയാണ്, അങ്ങനെയെങ്കിൽ എനിക്ക് ആ ഗ്ലാസ് ജാർ ഒന്ന് കാണണം, പക്ഷെ ഞാൻ അതിലെ പേരുകളൊന്നും തന്നെ വായിക്കില്ല, അതൊന്നും ഞാൻ നോക്കുക പോലും ചെയ്യില്ല, കാർത്തി പ്ലീസ് ഒന്ന് കാണിച്ചു തായോ എന്ന് നിർബന്ധം പിടിക്കാനോ. അങ്ങനെ നിന്നെ കൊണ്ട് വല്ലാത്തൊരു കഷ്ടമായി, നീ എന്തിനാ ഇങ്ങനെ വാശി പിടിക്കുന്നേ എന്നൊക്കെ കാർത്തിക് ചോദിക്കുന്നുണ്ട്. അങ്ങനെ വൈഗയുടെ വാശിക്ക് മുന്നിൽ കാർത്തിക് ആ ഗ്ലാസിൻ്റെ ജാറെടുത്ത് കാണിച്ചു കൊടുക്കാൻ കേട്ടോ. എന്നിട്ട് അപ്പോൾ വൈഗയ്ക്ക് തന്നെ ഒരു അത്ഭുതം പോലെയാണ്, കാർത്തിക് എനിക്കിത് വിശ്വസിക്കാൻ പറ്റുന്നില്ല എന്നൊക്കെ പറയുമ്പോൾ, ഞാനെന്താ വെറുതെ പറഞ്ഞതാണെന്ന് നീ വിശ്വസിച്ചോ, നമ്മുടെ മോൾക്ക് ഇടാനുള്ള പേരുകളാണ്, ഇതിൽ ഒരെണ്ണം വേണം നീ സെലക്ട് ചെയ്യുകയാണെന്നൊക്കെ പറയും, പക്ഷേ നീ ഇപ്പോൾ അത് തുറന്നു നോക്കരുത്, ആ സമയത്ത് മാത്രമേ തുറന്നു നോക്കാൻ പാടുള്ളൂ എന്ന് പറയുമ്പോൾ വൈഗ വീണ്ടും അതിൽ ഒരു പേപ്പർ എടുത്ത് വായിക്കാൻ വേണ്ടി കുറേ ശ്രമിക്കുകയാണ്. പക്ഷേ കാർത്തിക് ആ ഗ്ലാസ് ജാർ കൊടുക്കാതെ അങ്ങനെ തട്ടി മാറ്റിയിട്ട് ഇങ്ങനെ ആക്കുകയാണ് കേട്ടോ. അപ്പോൾ ആ സമയത്ത് വൈഗ വീണ്ടും അതിങ്ങനെ തട്ടിപ്പറിച്ച് വാങ്ങാൻ വേണ്ടി നോക്കുന്ന സമയത്ത് വൈഗയുടെ തലയിലൂടെ കാർത്തിക് അതിങ്ങനെ പൂമാല ഇട്ട് കൊടുക്കുന്നത് പോലെ ഇങ്ങനെ ഇട്ട് കൊടുക്കാൻ കേട്ടോ. അപ്പോൾ ആ പേരുകളൊക്കെ തന്നെ ചുരുട്ടി കൂട്ടിയ ആ പേരുകളൊക്കെ ഇങ്ങനെ തലയിലൂടെ വന്ന് വീഴുമ്പോൾ വൈഗ നന്നായിട്ട് തന്നെ ചിരിക്കുകയാണ്, നല്ല സന്തോഷത്തോടു കൂടി ചിരിക്കുകയാണ്. അപ്പോൾ ആ കാര്യങ്ങളൊക്കെ ആലോചിച്ച് വൈഗ ഇങ്ങനെ പൊട്ടിക്കരയാണ് കേട്ടോ. കാർത്തികുമായിട്ടുള്ള ആ ഒരു നല്ല നിമിഷങ്ങളൊക്കെ ആലോചിച്ച് വൈഗ ഇങ്ങനെ പൊട്ടിക്കരയാണ്. അപ്പോൾ വൈഗയുടെ കരച്ചിൽ കണ്ടുകൊണ്ടാവും വൈദേഹി അവിടെ നിന്ന് അങ്ങ് വരികയാണ്. അപ്പോൾ വൈദേഹി പറയും, എന്തിനാ മോളെ നീ ഇങ്ങനെ കരയുന്നത്, ഞാൻ കാർത്തികിനെ കുറിച്ച് പറഞ്ഞതുകൊണ്ടാണ്, ഞാൻ അതിനല്ലേ നിന്നോട് ഞാൻ സോറി പറഞ്ഞത്, ഇനി ഒരിക്കലും അമ്മ അങ്ങനെ പറയില്ല എന്ന് പറയുമ്പോൾ, അതല്ല അമ്മ, ഞാൻ കുഞ്ഞിൻ്റെ പേരിടൽ ചടങ്ങിനെ കുറിച്ച് അമ്മ എന്നോട് പറഞ്ഞില്ലേ, അപ്പോൾ ഞാൻ കാർത്തികും ഞാനും തമ്മിൽ ഉണ്ടായിരുന്ന ആ നിമിഷത്തിൽ കുഞ്ഞിന് പേരിടാൻ വേണ്ടി കാർത്തിക് ഉണ്ടാക്കി വെച്ചിരുന്ന പേരുകളെക്കുറിച്ചും അങ്ങനെയൊക്കെ ആലോചിച്ച് പോയി സങ്കടപ്പെട്ടതാണ്. കാർത്തികിനെ ഞാൻ എത്രത്തോളം അധികം സ്നേഹിച്ചിരുന്നു, എന്നിട്ടും എന്നോട് എങ്ങനെ കാർത്തികിന് എന്നെ ഇങ്ങനെ വഞ്ചിക്കാൻ തോന്നി, ഞാൻ ആത്മാർത്ഥമായിട്ടാണ് കാർത്തികിനെ ഞാൻ സ്നേഹിച്ചത്, പക്ഷേ എത്ര സമർത്ഥമായിട്ടാണ് കാർത്തിക് എന്നെ പറ്റിച്ചത് എന്നുള്ള കാര്യമൊക്കെ ആലോചിച്ചിട്ട് എനിക്ക് സങ്കടം സഹിക്കാൻ പറ്റുന്നില്ല അമ്മ എന്നൊക്കെ പറഞ്ഞങ്ങ് കരയാൻ കേട്ടോ. അപ്പോൾ വൈദേഹി അങ്ങനെ സമാധാനിപ്പിക്കുകയാണ്, മോളെ നീ അതിനെക്കുറിച്ചൊന്നും ആലോചിക്കണ്ട, നീ ഇപ്പോൾ കുഞ്ഞിൻ്റെ കാര്യങ്ങളല്ലേ നോക്കണ്ടേ, നിന്നോട് പറഞ്ഞില്ലേ നമുക്ക് ഇഷ്ടമില്ലാത്ത കാര്യങ്ങളൊന്നും വീണ്ടും ഓർത്തെടുക്കരുതെന്ന് ഞാൻ നിൻ്റെ അടുത്ത് പറഞ്ഞതല്ലേ, ഞാനും ഇതുപോലെ ഒരുപാട് ജീവിതത്തിൽ ഒരുപാട് പ്രശ്നങ്ങളൊക്കെ തരണം ചെയ്ത ശേഷമാണ് ഇന്ന് ഞാൻ ഈ നിലയിലെത്തിയത്, അതുപോലെ മോളും ഇതൊക്കെ തരണം ചെയ്തിട്ട് വേണം മോളുടെ കുഞ്ഞിന് വേണ്ടി ജീവിക്കണം, അവളെ സന്തോഷമായിട്ട് തന്നെ അവളെ ജീവിപ്പിക്കണം എന്നുള്ള കാര്യങ്ങളൊക്കെ വൈഗയോട് പറഞ്ഞു കൊടുക്കുകയാണ്. അങ്ങനെ വൈഗ കുറച്ച് കരഞ്ഞുകൊണ്ട് വിഷമിച്ചുകൊണ്ട് തന്നെ അവിടുന്ന് കുഞ്ഞിനെ സോഫയിൽ തന്നെ കിടത്തിയിട്ട് അവിടെ നിന്ന് അങ്ങ് പോവാണ് കേട്ടോ. അങ്ങനെ വൈദേഹി പിന്നെ കുഞ്ഞിൻ്റെ അടുത്തേക്ക് അങ്ങ് ചെല്ലുകയാണ്. വൈഗ പോയി കഴിഞ്ഞ ശേഷം കുഞ്ഞിനെങ്ങനെ കരയല്ല മോളെ എന്നൊക്കെ പറഞ്ഞിട്ട് കുഞ്ഞിനെങ്ങനെ സമാധാനിപ്പിക്കുകയാണ് വൈദേഹി.
പിന്നീട് വൈദേഹിയുടെ വീട്ടിലേക്ക് ഒരു ഓട്ടോയിൽ കാർത്തിക് വന്ന് ഇറങ്ങാൻ കേട്ടോ. അപ്പോൾ കാർത്തികിൻ്റെ കയ്യിൽ ഒരു ക്യാനിൽ നിറയെ പെട്രോൾ ഉണ്ടാവും കേട്ടോ. അതുമായിട്ടാവും കാർത്തിക് വൈദേഹിയുടെ വീട്ടിലേക്ക് വരുന്നത്. അങ്ങനെ സെക്യൂരിറ്റി കാർത്തികിനെ അകത്തേക്ക് കയറ്റി വിടാൻ സമ്മതിക്കില്ല കേട്ടോ. നിങ്ങൾ പോവരുത് എന്ന് പറയുമ്പോൾ എനിക്കിവിടെ അവകാശമുള്ളതാണ്, അതുകൊണ്ട് എന്നെ തടയണ്ട എന്ന് പറയുമ്പോൾ അങ്ങനെ പറയരുത്, നിങ്ങളുടെ പേരെടുത്തിട്ട് പറഞ്ഞതാണ് മാഡം, നിങ്ങളെ അകത്തേക്ക് വിടരുത് എന്ന് പറഞ്ഞതാണ്, അതുകൊണ്ട് എൻ്റെ ജോലി കളയരുത് എന്നൊക്കെ പറയുമ്പോഴും കാർത്തിക് ആ സെക്യൂരിറ്റി അങ്ങ് തട്ടി മാറ്റിയ ശേഷം തള്ളിക്കിട്ട് അങ്ങോട്ട് കയറുകയാണ് കേട്ടോ. വീടിനകത്തേക്ക് കയറിയിട്ട് ഗേറ്റ് അങ്ങ് ഉള്ളിൽ നിന്ന് അങ്ങ് കുറ്റിയിടുകയാണ്. അങ്ങനെ സെക്യൂരിറ്റിയെ പുറത്താക്കിയിട്ട് ഔട്ടോ കുറ്റിയിടുന്നുണ്ടാവുക. അപ്പോൾ സാറേ ഒന്ന് തുറക്ക്, ഗേറ്റ് തുറക്കുക എന്നൊക്കെ പറഞ്ഞിട്ട് ആ സെക്യൂരിറ്റി ഇങ്ങനെ ഒരുപാട് അങ്ങ് അലറി വിളിക്കുന്നൊക്കെ ഉണ്ട്. പക്ഷേ കാർത്തിക് അതൊന്നും കേൾക്കാതെ തന്നെ നേരെ വൈദേഹിയുടെ വീട്ടിലേക്ക് അങ്ങ് ചെല്ലുകയാണ് കേട്ടോ. എന്നിട്ട് വൈദേഹിയുടെ വീട്ടിൽ ചെന്ന ശേഷം വൈഗ എന്നും പറഞ്ഞിട്ട് വിളിച്ചുകൊണ്ട് അലറി വിളിക്കുകയാണ് കേട്ടോ. അങ്ങനെ കാർത്തികിൻ്റെ സൗണ്ട് കേട്ടിട്ട് വൈഗയും കുഞ്ഞുമായിട്ട് താഴത്തേക്ക് വരികയാണ്. അപ്പോഴത്തേക്കും വൈദേഹിയും കൂടി അവിടുന്ന് വരിക കേട്ടോ. അങ്ങനെ കാർത്തികിനെ കണ്ടതോടുകൂടി വൈഗയും വൈദേഹിയും ഒക്കെ ആകെ അങ്ങ് ഞെട്ടുകയാണ് കേട്ടോ. ആകെ പേടിച്ചിങ്ങനെ ആകെ ഷോക്കായിട്ട് നിൽക്കുകയാണ്. അപ്പോൾ വൈഗയോട് പറയുന്നുണ്ട്, നിന്നെ ഞാൻ ആത്മാർത്ഥമായിട്ട് തന്നെയാണ് സ്നേഹിച്ചത്, നീ എന്നോട് പല തവണയായിട്ട് പറയുന്നുണ്ടല്ലോ എന്നോട് പോയി ചത്തൂടേന്ന്, പക്ഷേ എനിക്ക് ചാവാനൊന്നും ഒരു പേടിയുമില്ല, എനിക്ക് പക്ഷേ ജീവിക്കണമെന്നാണ് എൻ്റെ ആഗ്രഹം. പക്ഷെ അത് ഞാൻ തനിച്ചല്ല, എനിക്ക് നീയും കുഞ്ഞുമില്ലാതെ ഈ ഭൂമിയിൽ ഒരിക്കലും ജീവിക്കാൻ കഴിയില്ല. അതുകൊണ്ട് തന്നെ എനിക്ക് നീ എൻ്റെ കൂടെ സന്തോഷത്തോടു കൂടി നീ എൻ്റെ കൂടെ കുഞ്ഞിനെയും കൂട്ടി വരികയാണെങ്കിൽ നമുക്ക് വേറെ എവിടെയെങ്കിലും പോയിട്ട് സന്തോഷമായിട്ട് തന്നെ നമുക്ക് ഒരുമിച്ച് ജീവിക്കാം. അതല്ല നീ എൻ്റെ കൂടെ വരില്ല എന്നുണ്ടെങ്കിൽ ഞാൻ നിൻ്റെ മുന്നിൽ വെച്ച് തന്നെ ഈ ഒരു പെട്രോൾ എൻ്റെ ദേഹത്തു കൂടെ ഒഴിച്ച് ഞാൻ കത്തിച്ച് കളയും, എന്നെ തന്നെ ചാമ്പലാക്കും. എന്നിട്ട് എനിക്ക് സന്തോഷത്തോടു കൂടി നിൻ്റെ മുന്നിൽ വെച്ച് ഞാൻ മരിച്ചു എന്നുള്ള സമാധാനത്തോടു കൂടി ഞാൻ മരിക്കും. പക്ഷേ നീ ഇല്ലാതെ എന്നാലും എനിക്ക് ഭൂമിയിൽ ഒരു നിമിഷം പോലും ജീവിക്കാൻ പറ്റില്ല. അതുകൊണ്ട് ഞാൻ മരിക്കാൻ പോവുകയാണ്, നീ എൻ്റെ കൂടെ വരുമോ എന്ന് ചോദിക്കുമ്പോൾ വൈഗ പറയാണ്, നിന്നോടല്ലേ പറഞ്ഞത് എൻ്റെ അടുത്തേക്ക് വരരുത് എന്നുള്ളത്, എനിക്ക് നിന്നെ കാണണ്ട, നിന്നോട് പറഞ്ഞതല്ലേ, നീ എവിടെ പോയിട്ട് വേണമെങ്കിലും ചത്തോ, അല്ലാതെ ഞങ്ങളെ വീട്ടിൽ നിന്ന് ചാവണ്ട എന്ന് പറയുമ്പോൾ വൈദേഹി പറയുന്നുണ്ട്, നീ ചാവുകയോ ജീവിക്കുകയോ എന്താന്ന് വെച്ച് ചെയ്തോ, പക്ഷെ ഞങ്ങളെ വീടിനകത്ത് കയറി ചാവണ്ട, ആ പുറത്ത് റോഡിൽ നിന്നിട്ട് അങ്ങ് ചെയ്തുകൂടെ എന്ന് പറയുമ്പോൾ പറ്റില്ല, എനിക്ക് എൻ്റെ വൈഗയുടെ മുന്നിൽ വെച്ച് തന്നെ മരിക്കണം, എൻ്റെ വൈഗയുടെ മുഖം കണ്ടിട്ട് വേണം എനിക്ക് മരിക്കാണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് വീണ്ടും കാർത്തിക് അങ്ങ് ബഹളം വെക്കാണ് കേട്ടോ. അപ്പോൾ വൈഗ അങ്ങ് ചൂടായും കൊണ്ട് തന്നെ പറയുന്നുണ്ട്, നിന്നോടല്ലേ ഇവിടെ നിന്ന് ഇറങ്ങി പോകാൻ പറഞ്ഞത്, എനിക്ക് നിന്നെ കാണണ്ട എന്നൊക്കെ പറഞ്ഞിട്ട് വൈഗ പറയുമ്പോഴൊന്നും കാർത്തിക് ഒന്നും കേൾക്കാൻ കൂട്ടാക്കാതെ അങ്ങ് പെട്രോൾ അങ്ങ് ഒഴിക്കാൻ വേണ്ടിയിട്ട് ആ ക്യാനിൻ്റെ മൂടി അങ്ങ് തുറക്കാണ് കേട്ടോ. അങ്ങനെ കാർത്തിക് ആ മൂടി തുറന്ന ശേഷം ദേഹത്ത് കൂടെ പെട്രോൾ ഒഴിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ റെഡി ആയിട്ട് ഇങ്ങനെ നിൽക്കാവും. അപ്പോൾ വൈഗക്ക് ഇങ്ങനെ പേടിയാവുന്നുണ്ട് കേട്ടോ. അയ്യോ വേണ്ട എന്നുള്ള ആ ഒരു ഭാവത്തിൽ വൈഗ ആകെ പേടിച്ചുകൊണ്ട് നിൽക്കാവും. അതുവരെയാണ് കേട്ടോ ഇന്നത്തെ എപ്പിസോഡിൽ കാണിച്ചിട്ട്. അടുത്ത എപ്പിസോഡിൽ കാർത്തിക് മരിക്കാൻ വേണ്ടിയിട്ട് പെട്രോളൊക്കെ ദേഹത്ത് കൂടെ ഒഴിക്കുന്ന ആ ഒരു സമയത്തേക്കും അപ്പോഴത്തേക്കും അവിടെ പോലീസ് എത്തിയിട്ടുണ്ടാവും കേട്ടോ. എന്നിട്ട് പോലീസ് കാർത്തികിനെ അങ്ങ് പിടിച്ചുകൊണ്ട് പോകും. അങ്ങനെ കാർത്തികിനെ മരിക്കാനൊന്നും പോലീസുകാർ സമ്മതിക്കില്ല.